ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രചാരണ പരിപാടികൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഓരോ സ്ഥാനാർത്ഥികളും നിരവധി വാഗ്ദാനങ്ങളുമായാണ് വോട്ടർമാരെ സമീപിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഔട്ട്ലൈൻ കേരള TV കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ ജനാഭിപ്രായ സർവേയുടെ ഏതാനും ചില മറുപടികൾ കാണാം. ചേട്ടാ, കോട്ടയം മണ്ഡലത്തിൽ ആര് ജയിക്കും? കോട്ടയം മണ്ഡലത്തിൽ തോമസ് ചാഴികാടൻ ജയിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ ആവശ്യമാണ്. കേന്ദ്രഭരണം മാറാൻ വേണ്ടിയാണോ? അല്ലല്ല, അത് അങ്ങനെ മാറുമെന്ന് മറ്റേ തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ BJP ഉണ്ട്. ആര് ഈ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഈ തോമസ് ചാഴികാടൻ ജയിക്കണം. അയാൾ MP ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാര്യം 7 നിയമസഭാ മണ്ഡലമാണ്, ഒരു പാർലമെൻറ്റ് മണ്ഡലം. ഇവിടെയൊക്കെ അയാളൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മളൊന്നും അറിയാനില്ല. അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചാഴികാടൻ തന്നെ ജയിക്കണം എന്നാണ് ഈ ഇവിടെ എൻ്റെ അഭിപ്രായം. മണ്ഡലത്തിൽ ആര് ജയിക്കും? ചാഴികാടൻ 100%. കാരണം മറ്റു രണ്ട് മുന്നണികൾക്കും വ്യക്തമായ നിലപാടില്ലാത്ത പാർട്ടിയാണ്. അത് ആവശ്യമാണല്ലോ. കാരണം കേന്ദ്രഭരണം മാറിയില്ലെങ്കിൽ ഈ രാജ്യത്ത് ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഈ മോദി എന്ന് പറഞ്ഞ ആൾ എന്താ ചെയ്യണം? ഇവിടെ ആരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? ഇല്ല, മണിപ്പൂരിലേക്കൊക്കെ ഒന്ന് ചെല്ല്, എന്താണ് കാണിക്കണേ? എല്ലാവരും മനുഷ്യരല്ലേ? അയാൾ ഈ ഹിന്ദു വർഗീയതവാദി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ എവിടെ പോകും? കോട്ടയം മണ്ഡലത്തിൽ ആർക്കാണ് വിജയസാധ്യത? നമുക്കറിയാൻ 3 മുന്നണികൾ ശക്തമായ രീതിയിൽ മത്സരിക്കുന്നതുകൊണ്ടാണ്. ചേട്ടാ, കോട്ടയം മണ്ഡലത്തിൽ ആർക്കാണ് വിജയസാധ്യത? കോട്ടയം മണ്ഡലത്തിലാണ് ഇവിടെ വിജയസാധ്യത എന്ന് പറയുന്നാൽ ആര് ജയിച്ചാലും ജനങ്ങൾക്ക് നന്മ ചെയ്യണം, അതാണ് നമ്മുടെ ആഗ്രഹം. അല്ലാതെ ആര് വിജയിച്ചു പോയാലും ജനങ്ങൾക്കുള്ള നന്മകളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വളരെ കഷ്ടപ്പാടുകളും കാര്യങ്ങളും എല്ലാം അറിയാൻ നല്ലൊരു സർക്കാർ അധികാരത്തിൽ വരും. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മനുഷ്യൻ്റെ മേലായ കഷ്ടപ്പാട്, ഒരാൾക്ക് ഒരു പിന്നെ രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് ചികിത്സിക്കാൻ കാശില്ലാത്തപ്പോൾ നമ്മൾ ജയിപ്പിച്ചപ്പെടുന്നവർ അവരെ സഹായിക്കുക, അറിഞ്ഞ് സഹായിക്കുക. രോഗം വരുമ്പോൾ മതി, അല്ലാണ്ട് വേണ്ട. അങ്ങനെയുള്ളവർ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ആർക്കാണ് വിജയസാധ്യത കൂടുതലും? അതറിയില്ല, വോട്ട് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും. എന്നിരുന്നാലും പ്രവർത്തനം പോലെ ഇരിക്കും. കേന്ദ്ര ഭരണത്തിന് ഒരു മാറ്റം ഉണ്ടാകുമോ? കേന്ദ്രത്തിനോ? കേന്ദ്രത്തിന് എനിക്കറിയത്തില്ല. ഈ കോട്ടയം മണ്ഡലത്തിൽ ആര് ജയിക്കും? പറയാറായില്ല, എന്നെ സംബന്ധിച്ച് പറയാറായില്ല. എന്നിരുന്നാലും വിജയസാധ്യത കൂടുതൽ ആർക്കാണ്? സാധ്യത കൂടുതലെന്ന് പറയുമ്പോഴത്തേക്കും ഇടതുപക്ഷത്തിനാണ്. ഇവിടെ ഇടതുപക്ഷത്തിനാണ്. ചേച്ചി, മണ്ഡലത്തിൽ ആര് ജയിക്കും? ഈ മണ്ഡലത്തിൽ തോമസ് ചാഴികാടൻ. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ വളരെ നല്ലതാണ്. പ്രവൃത്തികൾ നല്ലതുകൊണ്ടാണ് ജയിക്കുന്നതെന്ന് പൂർണ്ണമായുള്ള വിശ്വാസം. കേന്ദ്രഭരണമോ? കേന്ദ്രഭരണം BJPക്ക് ആയിരിക്കും. BJPക്കായി. ഭരണം നല്ലതുകൊണ്ടായാൽ? ഭരണം നല്ലതുകൊണ്ടാണോ? അതെ, മോദിജിയുടെ ഭരണം നല്ലൊരു ഭരണമാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ ആഗ്രഹം തുഷാർ ജയിക്കണം. കാരണം അയാളൊരു ഇതല്ലേ, ഒരു നല്ല ആളാണ്. മറ്റവരൊക്കെ ജയിച്ചാൽ അവർക്ക് തോന്നുന്നിടത്തേക്ക് പോകാം, ജയിച്ചു കഴിഞ്ഞ്. കാരണം അവർ സിംഗിൾ പാർട്ടിക്കാരാണ്. അവർക്ക് ഇയാൾ ജയിച്ചാൽ, ചാഴിക്കാടൻ ജയിച്ചാൽ LDFന് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പുറത്തൊരു ഓഫർ കിട്ടിയ അയാൾ പോകും. ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും? ഈ മണ്ഡലത്തിൽ BJP ആയാലും ജയിക്കില്ല, മറ്റതിൻ്റെ അത് പറയാൻ പറ്റില്ല. തുല്യമായ മത്സരമായതുകൊണ്ടാണോ? തുല്യമായ മത്സരമില്ല. അതിനകത്ത് ഒത്തിരി താലിബാറിലൊക്കെ ഉണ്ടാവും. രണ്ടൊരു പാർട്ടിയിലാക്കാൻ ആൾക്കാരായ മാറിയും മറിഞ്ഞ് നിന്നേക്കോ ഇത്തവണ. അതുകൊണ്ട് പറയാൻ കഴിയില്ല. കേന്ദ്രഭരണം മാറുന്നില്ല, ഭൂരിപക്ഷം കുറയുന്നുള്ളൂ. വളരെ കുറയും, ഒത്തിരി കുറയും ചിലപ്പോൾ. ചേട്ടാ, ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും? തോമസ് ചാഴികാടൻ 100%. കാരണം ഇടതുപക്ഷം LDF ചെയ്തിരിക്കുന്ന പുരോഗമന ഇതിൻ്റെയും എല്ലാ വികസനത്തിൻ്റെയും കൂടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ LDF സ്ഥാനാർത്ഥി തന്നെ ജയിക്കണം. കേന്ദ്രഭരണം മാറാൻ കേന്ദ്രഭരണം മാറും തോന്നുന്നുണ്ടോ? കേന്ദ്രഭരണം മാറണം എന്നാണ് ആശിക്കുന്നത്. എന്ന് വെച്ചാൽ അതുപോലെയാണ് അവരുടെ ഭരണം കൊണ്ടുവന്നത്. മാറിക്കിട്ടണം, മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തവണയെങ്കിലും. കേന്ദ്രത്തിൽ BJP ഇപ്രാവശ്യം പോകും, പുറത്തു പോകും. കേരളത്തിൽ LDFിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. LDFിൻ്റെ സാന്നിധ്യം കേന്ദ്രത്തിലുണ്ടാവും. കേന്ദ്രത്തിൽ
ഇന്ത്യ മുന്നണി ഭരിക്കും. ചേട്ടാ ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും? LDF ജയിക്കും ഉറപ്പായിട്ടും. കാരണം അവർ ചെയ്തു വെച്ചിരിക്കണ അങ്ങനെ ആയതുകൊണ്ട്. ചേട്ടാ ഇവിടെ ആര് ജയിക്കും? അത് എനിക്കറിയത്തില്ല. ഞാൻ നമുക്ക് വ്യക്തമായ രാഷ്ട്രീയമില്ല. ഞാൻ ഒരു അനുഭവമായി മാത്രമേ ഉള്ളൂ. ഏത് പാർട്ടി ജയിച്ചാലും നമുക്ക് തുല്യമായിട്ടാണ്. ആര് ജയിച്ചാലും നമുക്ക് കുഴപ്പമില്ല. ചേട്ടാ ഇവിടെ ആര് ജയിക്കും? അതൊന്നും പറയാറില്ല. തുല്യ ഒരു ത്രികോണ മത്സരമായതുകൊണ്ടാണ് അങ്ങനെയാണ് കാണുന്നത്. ആരാണ് ജയിക്കാമെന്ന് പറയാൻ പറ്റില്ല. ആര് ജയിക്കുമെന്നാണ് ഒരു വിശ്വാസം? BJP ആയിരിക്കും. കാരണം അവരല്ലേ നരേന്ദ്രമോദിയല്ലേ കൂടുതലും ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. കേന്ദ്ര ഭരണത്തിൽ BJP വരണമെന്നാണ് ആഗ്രഹം അതാണ്. LDF ജയിക്കും. കാരണം കേന്ദ്രത്തിൻ്റെ ജനദ്രോഹ നയങ്ങളും 10 വർഷം BJP ഭരിച്ചിട്ട് പെട്രോൾ, ഡീസൽ, ഗ്യാസ് എല്ലാത്തിനും വില കൂട്ടുമല്ലാതെ കുറച്ചോ? ഒരു മാറ്റം വരട്ടെ. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകാതിരിക്കാൻ. ചേട്ടാ കോട്ടയം മണ്ഡലത്തിൽ ആര് ജയിക്കും? പറയാൻ പറ്റില്ല. മുന്നണികളും ശക്തമായ ഒരു ത്രികോണ മത്സരമായിട്ടാണ് തോണ കാണുന്നത്. കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാവുമോ? BJP തന്നെ തുടരാനാണ് ചാൻസ്. കേന്ദ്രഭരണം മറ്റേ BJP തന്നെ കൊണ്ടുപോകണം. നല്ല പറ്റുള്ളൂ. നല്ല ഭരണമായതുകൊണ്ടാണ്. അതെ എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ അവർ ഈ പ്രധാനമന്ത്രി ഇവിടെ എത്ര എണ്ണം ഭരിച്ചു പോയി. ഇയാളല്ലേ അതിനുവേണ്ടി 10 പൈസ എല്ലാ ജനങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കാൻ താല്പര്യനായത്. അപ്പോൾ അതിൻ്റെ ഒരു വില അയാൾക്കുണ്ട്. കേന്ദ്ര ഭരണം നല്ല ഭരണമാണ്. അതെ ആര് ജയിക്കും മണ്ഡലത്തിൽ? ആര് ജയിക്കുന്ന ഇത്തവണ 2 കിലോ പൊഴിഞ്ഞു പോകും. എന്നുണ്ടെങ്കിൽ 1 കിലോ ഉപ്പ് മേടിക്കാൻ ഇവർ ഭരണം നടത്താണല്ലോ. 1 കിലോ ഉപ്പിന് 10 രൂപ കിട്ടിയ സാധനം കടയിൽ 20 രൂപ കൊടുത്ത് മേടിക്കണോ? 20 രൂപ കൊടുത്ത് മേടിക്കണം 1 കിലോ ഉപ്പ്. ഏറ്റവും കുറഞ്ഞത്. പിന്നെ എന്ത് ഭരണം ഇവിടെ നടക്കണത്? ആ ഭരണത്തിൻ്റെ പരിഹാരം ഇത്തവണ ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ UDF ഒരിക്കലും ജയിക്കരുതെന്നാണ്. കാരണം 18 MP കേരളത്തിൽ നിന്ന് പോയിട്ട് ഒരു ചുക്കും ചെയ്തിട്ടില്ല. അവർ കേരളത്തിനെ സാമ്പത്തികമായി ഞെരുക്കാൻ നോക്കിയപ്പോഴൊക്കെ BJPയുടെ കൂടെ നിൽക്കുക ഇത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ 62 ലക്ഷം കർഷക തൊഴിലാളികൾക്കും വിധവകൾക്കും, അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 62 ലക്ഷം പേർക്ക് കൊടുക്കുന്നുണ്ട്. അത് തടയാൻ തക്ക തരത്തിൽ നിർമ്മല സീതാരാമൻ അടക്കം പ്രസ്താവന ഇറക്കിയിട്ട് ഒരക്ഷരം മിണ്ടാത്തവരാണ് UDF MP. ഒരിക്കലും അവർ ജയിക്കാൻ പാടില്ല. ചേട്ടാ ഈ കോട്ടയം മണ്ഡലത്തിൽ ആര് ജയിക്കും? ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിക്കാണ്. കാരണം SNDP അവർ കുടുംബയോഗം കൂടിയാൽ അവരാണ് ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി ജയിക്കാനാണ് സാധ്യത. കഴിഞ്ഞ പ്രാവശ്യം രാജീവ് ഗാന്ധി മറ്റേ ആ പുള്ളി പറഞ്ഞ രാഹുൽ ഗാന്ധി പുള്ളി തരികടയൊക്കെ കാണിച്ച് പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ജനങ്ങളെല്ലാം വിഡ്ഢികളാക്കിയിട്ട് പോയതാണ്. ഇത്തവണ ഇവിടെ നടക്കത്തില്ല. BJPക്കെതിരെ ഇവർക്ക് പ്രതികരിക്കാൻ കോൺഗ്രസിന് കഴിവില്ല. ഇത്തവണ ഇടതുപക്ഷം എല്ലാ സ്ഥലത്തും ജയിക്കും. 50 CPM നിൽപ്പുണ്ട്, ബാക്കിയുള്ളത് CPIക്കാർ നിൽപ്പുണ്ട്, അതിൻ്റെ അനുസരിച്ചുള്ള മറ്റേ ആൾക്കാരെല്ലാം നിൽപ്പുണ്ട്. എല്ലായിടത്തും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നീങ്ങും. ഇടതുപക്ഷമേ ജയിക്കത്തുള്ളൂ. തോമസ് 100% ജയിക്കും. അതിനൊരു മാറ്റവും കേന്ദ്രത്തിൽ ഭരണമാറ്റം കേന്ദ്ര ഭരണമാറ്റം നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് പറയാൻ ഒക്കത്തില്ല. ഇവന്മാർ എന്നെ കാണിക്കുന്നൊന്നും പറയാൻ ഒക്കത്തില്ല. കേരളത്തിൽ മുഴുവൻ സീറ്റും 20 സീറ്റ് ജയിക്കും. ആ രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം 100-ൽ 100 മറ്റേ പുള്ളി നമ്മുടെ തോമസ് ചാഴിക്കാടൻ 100% ഫണ്ട് വിനിയോഗിച്ച ഏത് MP ഉണ്ട് വേറെ? കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ ഒരു തരംഗത്തിൽ കയറിപ്പോയതാണ്. ഇത്തവണ നടക്കുമൊന്നുമില്ല. ചുരുങ്ങി ഒരു 12 സീറ്റ് LDF പിടിക്കത്തോളം. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് മാറ്റം വരണം. അത് അനിവാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ പല കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരുന്നൊരു നയമാണ് BJP നയം. അത് ഒരിക്കലും അംഗീകരിക്കപ്പെട്ടു പോകാൻ പറ്റില്ല. ആ ഒരു ചാതുർവർണ്ണ വ്യവസ്ഥയിലാണ് BJP. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നുള്ള അവരുടെ അജണ്ടയുണ്ടല്ലോ. 25 വർഷത്തെ കാലം കൊണ്ട് അവർ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്നുള്ളൊരു അജണ്ടയുണ്ട് അവരുടെ. അതിപ്പോൾ കേരള സംസ്ഥാനത്ത് ഒരിക്കലും നടപ്പാകാൻ പോകുന്നൊരു പ്രവണതയല്ല. എത്ര ശ്രമിച്ചാലും നടക്കില്ല. പ്രത്യേകമായിട്ടൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഇലക്ഷൻ്റെ കാര്യം ജനങ്ങൾ ഇവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസ് ആയിരുന്നു ജയിച്ചിരുന്നു. മുന്നണികളും തുല്യശക്തിയല്ല. BJP ഇത്തിരി പിന്നിലേക്കായിരിക്കും. അങ്ങനെയായിരിക്കും. കേന്ദ്ര ഭരണം മാറുമെന്ന് തോന്നുന്നു. ഇല്ല.
ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും? തുഷാർ വെള്ളാപ്പള്ളി. കാരണം അതൊക്കെ അതുപോലെ തന്നെ ഇതുണ്ട്, അതുപോലെ തന്നെ ഇതുണ്ട്, ആ കാര്യമൊക്കെ സാധ്യതയുണ്ട്. CPM ജയിക്കും. കാരണം എന്താണ്? വികസനം വേണം, വികസനം വരണം. കേന്ദ്രത്തിൽ മാറ്റം ഉണ്ടാവോ? മാറ്റം ഉണ്ടാവും 100%. തീർച്ചയായിട്ടും. കോട്ടയം ഫ്രാൻസിസ് ജോർജ് 100% ചെയ്യും. 100%. കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാവോ? കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാവോ? കേന്ദ്രത്തിൽ ഭരണമാറ്റം ചിലപ്പോൾ ഉണ്ടാകും, അതൊന്നും പറയാൻ പറ്റില്ല. കേന്ദ്രത്തിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മോഡിയുടെ കയ്യിലിട്ട് വരും. NDA അധികാരത്തിൽ വരും കേന്ദ്രത്തിൽ. നമ്മുടെ ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും? ഈ മണ്ഡലത്തിൽ UDF അധികാരത്തിൽ വരും 100%. പറയാനില്ല, നല്ല പോരാട്ടം നടക്കും. എനിക്ക് പറയാനുണ്ട്, നല്ല പോരാട്ടം നടക്കും. ഇവിടെ ആര് ജയിക്കും എന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം? തുഷാർ ജയിക്കുന്നതാണ് 100%. അതെന്താണ് കാരണം? പുള്ളിയാണ് വികസനത്തിന് പറഞ്ഞ് അതുകൊണ്ട് പുള്ളി ജയിക്കാനാ സാധ്യത. കേന്ദ്രത്തിൽ മാറ്റം ഉണ്ടാവും ഇത്തവണയും? മാറ്റം ഉണ്ടാവും. കേന്ദ്രത്തിൽ മാറ്റം ഉണ്ടാവും. ഇത്തവണ ആര് വരും? UDF വരും. 100% ഉറപ്പാണ്. ഇത്തവണ ഇവിടെ ആര് ജയിക്കും? ആര് ജയിക്കുമെന്ന് ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ടാണ് പറയണേ. വ്യക്തിപരമായിട്ട് ജയിക്കണം, തുഷാർ ജയിക്കണം. എന്നാലേ അല്ലെങ്കിൽ മറ്റേ പ്രതിപക്ഷത്തിരിക്കണം, രണ്ടുപേര് പോയാലും. അത്രേ ഉള്ളൂ, വേറെ കൂടുതൽ ചർച്ചയില്ല. ചേച്ചിയുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കുമെന്നാണ്? വിജയസാധ്യത കൂടുതലുള്ള ആർക്കായിരുന്നു? അതിന് എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ എന്തായാലും നല്ല പ്രയോജനമുള്ള നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ജയിക്കണം എന്നാണ്. ഞാൻ എന്തായാലും അങ്ങനെയുള്ള ഒരാൾക്കാണ് വോട്ട് ചെയ്യുന്നത്. ചേട്ടാ, ഈ മണ്ഡലത്തിൽ ആരിവിടെ ജയിക്കും? അടിപൊളി, നല്ല ചോദ്യം. ചാഴിക്കാടനായിരിക്കണം. ഞാൻ ചാഴിക്കാടിൻ്റെ ആളല്ല, എങ്കിലും ചാഴിക്കാടിന് ജയിക്കാൻ സാധ്യതയുള്ളൂ. ഭരണം മാറി വരുമെന്ന് തോന്നുന്നുണ്ടോ? ഭരണം മാറണമല്ല എപ്പോഴും നല്ലത്, എപ്പോഴും മാറി വരണം. ഒരേ ഭരണം അത്ര സുഖമല്ല, എപ്പോഴും ഭരണം മാറി വരുന്നതാണ് നമുക്ക് നല്ലത്, എല്ലാവർക്കും, നാടിനും ഇതിനൊക്കെ നല്ലത്. ഇവിടെ രണ്ടുപേർക്കും ജയസാധ്യതയുണ്ട്. ചാഴിക്കാടനാണ് ഇച്ചിരി കൂടി പോപ്പ്. കേന്ദ്രത്തിൽ ഭരണം മാറുമെന്ന് തോന്നുന്നു. കേന്ദ്ര ഭരണം മാറ്റി വരുമെന്ന് തോന്നുന്നു. ഇല്ല. ഇതാര് ജയിക്കും? ഇവിടെ ഫ്രാൻസിസ് ജോർജ്. രാജസ്ഥാനത്തിൽ ഇവിടെ 2 ജയിക്കാനാണ് സാധ്യത. കേന്ദ്രത്തിൽ മാറ്റം ഉണ്ടാവും. മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ചേട്ടാ, ഇവിടെ ആര് ജയിക്കും? അത് നമ്മുടെ കോൺഗ്രസിൻ്റെ വെട്ടിച്ചാക്കട മകൻ, മകനല്ല, ഫ്രാൻസിസ് ജോർജ്. ഒരു മാറ്റം ഉണ്ടാവും തോന്നുന്നുണ്ടോ കേന്ദ്രത്തിൽ നിന്ന്? കേന്ദ്രത്തിൽ ഇവർ പറഞ്ഞ 300 രൂപ ഒന്നും ഒരിക്കലും കിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ 300 രൂപ കിട്ടിയ ഭാഗ്യം ആർക്ക് BJPക്ക്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. BJP എന്നൊന്നാണ്. ഞാൻ ഇടതുപക്ഷക്കാരനാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളാണ്. 100% കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുമോ? അതില്ല, സാധ്യതയില്ല. ഇപ്പോഴത്തെ പോക്ക് വളരെ മോശമാണ്, അതാണ്. അയ്യോ, അത് ഇപ്പോൾ പറയാൻ പറ്റുന്ന സാധ്യത കൂടുതൽ UDF-നാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായിയുടെ ഒരു വിരോധം, അതായത് ഹിന്ദുക്കളുടെ ശബരിമല വിഷയത്തിൽ ഹിന്ദുക്കൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാവുമോ? കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെ BJP തന്നെ വരുമെന്നുള്ളതാണ് പറയപ്പെടുന്നത്. UDF ജയിക്കുമായിരിക്കും. കാരണം ഇടത് ഭരണം കൊണ്ട് മടുത്തിരിക്കുന്ന കാരണം. കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാവോ? കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാവില്ല. ചേട്ടാ, ആര് ജയിക്കും? എവിടെയാണ്? ഈ മണ്ഡലത്തിൽ. കോട്ടയം മണ്ഡലത്തിൽ പൊതുവെ വരുന്നത് UDF-ന് അനുകൂലമായിട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ UDF-ലും LDF-ലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇതിനു മുമ്പത്തെ ഇലക്ഷനിൽ ഒരാൾ ഫ്രാൻസിസ് ജോർജ് LDF-ൽ നിന്ന് ജയിച്ച ആളാണ്, തോമസ് ചാഴിക്കാടൻ UDF-ൽ നിന്നും ജയിച്ച ആളാണ്. അപ്പോൾ അതിൽ എങ്ങനെ ഇപ്പോൾ പ്രീ സർവേയിൽ വന്നതിൽ 41-40% മനോരമയുടെ ഒരു പ്രീ സർവേയിൽ വന്നത്. എന്തായാലും അത് ജയിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്തായാലും ഒരു
കട്ടക്കുള്ള ഫൈറ്റായിരിക്കും. ചേട്ടാ ഇവിടെ ആര് ജയിക്കും? ഇവിടെ ആര് ജയിക്കും? ഇവിടെ ആയിരിക്കുന്നതൊക്കെയാണെങ്കിൽ നമ്മുടെ കോൺഗ്രസിൻ്റെ ആയിരിക്കും. കാരണം കോൺഗ്രസിൻ്റെ പ്രവർത്തനം നേരത്തെ ഇവിടെ നല്ലതായിരുന്നു. LDFിൻ്റെ പ്രവർത്തനം കുറേ നാളായിട്ട് മോശമാണ്. കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാവോ? കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാകുന്ന സംശയമാണ്. മിക്കവാറും കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ ഭരണം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. 100%, 99%, 100%. ചേട്ടാ ആര് ജയിക്കും? ചാഴിക്കാടൻ ജയിക്കും. ചാഴിക്കാടൻ. കാരണം വെച്ചാൽ നല്ലൊരു നേതാവാണ്. പുള്ള പണ്ട് തന്നെ കൃത്യമായിട്ട് ഇവിടെ ചെലവഴിച്ചൊരു നേതാവാണ് കോട്ടയം ജില്ലയിൽ. ഒന്നാമത് നിലയില്ല. എപ്പോഴും ഏത് സമയത്തും പുള്ളീനെ സമീപിക്കാവുന്ന ഒരാളാണ്. ഏത് അർത്ഥത്തിൽ. ഫ്രാൻസിസ് ജോർജ് എൻ്റെ നാട്ടുകാരനാണെങ്കിലും ശരിയല്ല. KN ജോർജിൻ്റെ മകനാണ്. എൻ്റെ നാട് മൂവാറ്റുപുഴയാണ്. അതുകൊണ്ട് അതിപ്പോൾ പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് നടക്കും. കാര്യത്തിന് എന്തെങ്കിലും നടക്കുകയില്ല. കേന്ദ്രത്തിൽ മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. കേന്ദ്രത്തിൽ ആര് വരുമെന്നാണ്? അത് ഏതായാലും 50-50 ആയിട്ട് വരും. മെജോറിറ്റി പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ചേട്ടാ ഇവിടെ ആര് ജയിക്കും? ഇവിടെ ഫ്രാൻസിസ്. കാരണം ഇത് മറ്റേതെന്നുണ്ടെങ്കിൽ നേരത്തെ കോൺഗ്രസിൽ നിന്ന് വെച്ച ആളാണ് ഇപ്പോൾ ഇടതുപക്ഷത്തോട്ട് പോയത്. അതുകൊണ്ട് ഫ്രാൻസിസ് ജയിക്കും.